എറണാകുളം ചക്കരപ്പറമ്പിൽ ലോറിയുടെ പിന്നിൽ ബസ് ഇടിച്ച അപകടമുണ്ടായി. പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ദീർഘദൂര ബസ്സാണ് ലോറിയിലിടിച്ചത്. സ്ഥലത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. എറണാകുളം ചക്കരപ്പറമ്പ് ഭാഗത്താണ് അതാ ഇങ്ങനെ ബസ് ഇടിച്ച ശേഷം ഇങ്ങനെ നടുവിൽ ഇട്ടിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറായി ഇതാ ഇങ്ങനെ ബസ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. ഈ തമിഴ്നാട് നിന്നും എറണാകുളത്തേക്ക് വരുന്ന ബസ്സാണ്, ദീർഘദൂര ബസ്സാണ്, ആളുകളെയും കയറ്റി വരുന്ന ദീർഘദൂര ബസ്സാണ് ഇത്തരത്തിൽ ലോറിയുടെ പിന്നിൽ ഇടിച്ച ശേഷം ഇങ്ങനെ റോഡിന് നടുവിൽ കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 1 മണിക്കൂറോളം സമയമായിട്ടുണ്ട്. സ്ഥലത്ത് വലിയ ഗതാഗത കുരുക്ക് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പോലീസോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇത് മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ഈ ഭാഗത്തുള്ള സമയമാണ്. പ്രത്യേകിച്ച് പാലാരിവട്ടം മുതൽ വൈറ്റില വരെയുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് NH എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഈ സമയത്തുള്ള ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ബസ് ഇടിച്ച ശേഷം റോഡിന് നടുവിൽ ഇങ്ങനെ കിടക്കുന്നത്. ഏകദേശം 1 മണിക്കൂറായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. പിന്നിൽ നിന്ന് വന്ന ലോറിയുടെ പിന്നിൽ ഇത് ഇടിച്ചതാണ്, മുന്നിൽ നിന്ന് വന്ന ലോറിയുടെ പിന്നിൽ ഇത് ഇടിച്ചതാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ആളുകൾ പറയുന്നത് ഈ ബസ് വന്ന ലോറിയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് കണ്ടുനിന്ന ആളുകൾ പറയുന്നത്. എന്തായാലും സ്ഥലത്ത് വലിയ ഗതാഗത കുരുക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വലിയൊരു ബസ്സാണ്, അത് ഈ റോഡിന് നടുക്ക് നിൽക്കുന്നത്. മറ്റ് വലിയ ബസ്സുകൾക്ക് ഈ സമയങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രൈവറ്റ് ബസ്സും കാര്യങ്ങളും ഒക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് ഇതിങ്ങനെ റോഡിന് നടുക്കിൽ നിൽക്കുന്നത് മറ്റ് ബസ്സുകൾക്കും മറ്റ് വാഹനങ്ങൾക്കും കടന്നുപോകാൻ വലിയ രീതിയിലുള്ള ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ആർക്കും പരിക്കില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ ഒരു തമിഴ്നാട് നിന്ന് വരുന്ന ബസ്സാണ് എറണാകുളത്തേക്ക് എത്തുമ്പോൾ ഈ ചക്കരപ്പറമ്പിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്.